ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബാങ്കുകളിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ, ബാങ്ക് അക്കൗണ്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷനുകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്കിപ്പോൾ ഗൂഗിൾ പേയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ റിവാർഡ്സൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 5 രൂപ 10 രൂപയൊക്കെ ഈ റിവാർഡ് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫെഡറൽ ബാങ്കിലും അത്തരത്തിൽ കുറേ റിവാർഡ് പോയിൻ്റുകൾ കിട്ടും. അത് അധികമാർക്കും അറിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ആ റിവാർഡ് പോയിൻ്റ് നോക്കുക, അതെങ്ങനെ ക്ലെയിം ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസ്, ടെക് പരമായിട്ടുള്ളതും എലഫൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പല പല കോമഡി, അങ്ങനെ എലഫൻറ്റ് റിലേറ്റഡ്, ടെക്ക്, അങ്ങനെ ഒത്തിരി പ്ലേ ലിസ്റ്റുകൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് നമ്മൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഫെഡറൽ റിവാർഡ്. തുടർന്ന് വരുന്ന ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും. അപ്പോൾ ഇവിടെ നമ്മുടെ ബാങ്ക് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊടുക്കുക. ആ 3 ഡോട്ട്സിൽ ഞെക്കി കഴിഞ്ഞാൽ ഇത് കിട്ടും. അതിന് ശേഷം ഈ ക്യാപ്ച എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP അടിച്ചെടുക്കുക. തുടർന്ന് മൈ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിവിടെ 258 രൂപയുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷനിൽ നമുക്ക് എത്ര പോയിൻ്റ് വീതം കയറി എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിരവധി ഇതുകളുണ്ട്. നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. ഇവിടെ ഷോപ്പിംഗ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പ് ചെയ്യാൻ കഴിയും. പിന്നെ ഫാസ്ടാഗിൽ ഇത് റീചാർജ് ചെയ്യുക. പിന്നെ അതേമാതിരി നമുക്ക് മൊബൈൽ റീചാർജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഷോപ്പിംഗ് ചെയ്യാം. പിന്നെ ബിൽ പേയ്മെൻറ്റ് പറഞ്ഞിട്ട് കാണാറുണ്ട്. ഇതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബില്ലുകൾ, ഇപ്പോൾ മൊബൈൽ റീചാർജ്, ഫാസ്ട്രാഗ്, ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ്, LPG സിലിണ്ടർ, ലാൻഡ് ഫോണ്, അങ്ങനെ നമുക്ക് ഏത് റീചാർജുകൾ വേണമെങ്കിൽ TVൻ്റെ അതേമാതിരി മൊബൈലിൻ്റെ അങ്ങനെയെല്ലാം നമുക്കിത് ഉപയോഗിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മൊബൈലിൻ്റെ റീചാർജാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് പെയ്ഡ് മൊബൈലിൻ്റെ നമ്മുടെ സേവനദാതാവിനെ, അതിപ്പോൾ എയർടെല്ലോ ഐഡിയ ഏതാ BSNL ഏതാ വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്യാം.
ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ DTH ആണ് എന്നുള്ളതാണ്. മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഓപ്പറേറ്റർ വരും, പിന്നെ സ്റ്റേറ്റ് വരും, പിന്നെ നമ്മൾ എത്രേൻ്റെ റീചാർജ് ആണോ ചെയ്യുന്നത് അത് പ്ലാന്, ഇപ്പോൾ പ്രോസസ്സിങ് കൊടുക്കുമ്പോൾ പ്രൊസീഡ് കൊടുക്കുമ്പോൾ എന്തോ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രോസസ്സിങ് ഫെയിൽ വിൽ ബി ഔട്ട്. നമ്മൾ മറ്റേ ഐക്കണിൽ ടിക്ക് കൊടുക്കാത്തതും കൊണ്ടായിരുന്നു കയറായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റീചാർജ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 107 രൂപേൻ്റെ റീചാർജ് ചെയ്തപ്പോൾ പ്രോസസ്സിങ് ഫീ ആയിട്ട് ഒരു 10 രൂപ അവർ വാങ്ങിയിട്ടുണ്ട്.